ഹായ്, ഞാൻ ഷാന. റെസിപ്പീസ് വിത്ത് ഷാനയിലത്തെ ഷാന തന്നെ. ഇത് ചാനലിൻ്റെ പേര് മാറ്റിയെന്നുള്ളൂ. ഇപ്പോൾ ഷാനാസ് സ്പൈസസ് ആണ്. ഇത് എൻ്റെ മലയാളം യൂട്യൂബ് ചാനലാണ്. എനിക്ക് വേറൊരു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലും ഉണ്ട്. റെസിപ്പീസ് ആർ simple.com ആണ് എൻ്റെ വെബ്സൈറ്റ്. അവിടെ ഒരുപാട് റെസിപ്പീസും കിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറി. എൻ്റെ ബ്ലോഗിൽ ഒരുപാട് ഓൾഡ് റെസിപ്പിയാണ്. മലയാളം ചാനലിൽ ഇത് ആദ്യമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തുണ്ടാക്കുന്ന ചിക്കൻ കറി. ഇത് ചപ്പാത്തി ആയാലും ബ്രെഡ് ആയാലും പിന്നെ ചോറ്, നെയ്ച്ചോറ് എല്ലാത്തിൻ്റെ കൂടെ നന്നായിട്ട് ചേരും. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇതിനു വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം. ഇതിനു വേണ്ടി ആവശ്യമുള്ളത് 3 ടേബിൾ സ്പൂൺ നല്ല കൊത്തിയരിഞ്ഞ വെളുത്തുള്ളി. നന്നായി കൊത്തിയരിഞ്ഞ് എടുക്കണം. അപ്പോൾ 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി, അതും നന്നായി കൊത്തിയരിഞ്ഞത്. സവാള വേണം, 4 ഇടത്തരം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപയോഗിക്കാം. 3 ചെറിയ എരിവുള്ള പച്ചമുളക്, അല്ലെങ്കിൽ വലിയ എരിവില്ലാത്ത ഒരു പച്ചമുളക്. പിന്നെ 2 കൈപ്പൊടി നല്ല പച്ച മല്ലിയില. ടൊമാറ്റോസ്, തക്കാളി 2 വലുത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇതിനു വേണ്ടി സ്പൈസസ് എന്തൊക്കെയാണെന്ന്. മല്ലിപ്പൊടി 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ വരെ. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുന്നതാണ് നല്ലത്, 1.5 ടേബിൾ സ്പൂൺ. ഗരം മസാല 1 ടേബിൾ സ്പൂൺ. ഇതിൽ യൂസ് ചെയ്യുന്നത് എൻ്റെ നാടൻ ഗരം മസാല അല്ലെങ്കിൽ നാടൻ കറി മസാലപ്പൊടി. അതിൻ്റെ വീഡിയോ ചെക്ക് ചെയ്യാത്തവർ ചെക്ക് ചെയ്തോളൂ. നല്ലൊരു റെസിപ്പിയാണ്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക് തന്നിട്ടുണ്ട്. പിന്നെ നല്ല പച്ച ഏലക്ക, നല്ല മണമുള്ളത് 4 എണ്ണം നല്ല ഇതായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് ക്രഷ് ചെയ്ത് പൊടിച്ച കുരുമുളക്, ഇത് 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ. പിന്നെ വേണം ചിക്കൻ 1 മുതൽ 1.25 കിലോ വരെ. ഇത് നന്നാക്കിയതിന് ശേഷമുള്ള വെയിറ്റാണ് പറയുന്നത്. അത് നന്നായി കഴുകി ഡ്രെയിൻ ചെയ്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പാകത്തിന് ഇട്ടിട്ട് ഒന്ന് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി പൊട്ടാറ്റോ വേണം, ഉരുളക്കിഴങ്ങ് 1-2 വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വലിയ ചങ്ക്സ് ആയിട്ട് കട്ട് ചെയ്തത്. പിന്നെ നാടൻ കറിക്ക് വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിലും ഉപയോഗിച്ച് ഇടയ്ക്ക് ഞാൻ ഉണ്ടാക്കാറുണ്ട്. അവിടെ നിൽക്ക്, പോസ് അടിക്ക്. ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിയിട്ട് നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് പ്രഷർ കുക്കറിൽ ഉണ്ടാക്കുന്ന ചിക്കൻ കറിയാണ്. പ്രഷർ കുക്കർ ആദ്യം അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. പ്രഷർ കുക്കർ ചൂടായതിനു ശേഷം ഇതിലേക്ക് എണ്ണ പാകത്തിന് ഒഴിച്ച് ചൂടാക്കാം. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഞാൻ ചൂടാക്കിയത്. ഈ കറിക്ക് എണ്ണ കൂടി പോകരുത്, അല്ലെങ്കിൽ അവസാനം നമ്മുടെ കറി വല്ലാണ്ട് എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കും. എണ്ണ ഒന്നും കൂടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആദ്യം കൊത്തി അരിഞ്ഞ വെളുത്തുള്ളിയാണ് ആദ്യം ചേർക്കുന്നത്. ഇപ്പോൾ വേണമെങ്കിൽ ഒന്ന് തീ കുറയ്ക്കാം. എന്നിട്ട് ഇഞ്ചിയും കൂടി ചേർക്കാം വേഗം. ഇത് വേഗം തന്നെ കളർ മാറും, ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആദ്യം തന്നെ വെളുത്തുള്ളി ചേർക്കുന്നത് അതിൻ്റെ നല്ലൊരു സെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വേഗം തന്നെ സവാള ചേർക്കാം കേട്ടോ. ഒന്ന് ഗോൾഡൻ ആയി തുടങ്ങും. ആ നല്ല ചൂടായ എണ്ണയിലാണല്ലോ ഇട്ടത്. ഇനി സവാള ചേർക്കാം. അത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കാം. സവാള ഒന്ന് നന്നായി സോഫ്റ്റ് ആയിട്ട് വരണം. അപ്പോൾ ഈ സമയത്ത് ഞാൻ ചൂട് കുറച്ച് ഒരു 5 മിനിറ്റോളം ഇത് നന്നായിട്ട് വഴറ്റിയെടുത്ത് ഇനി പച്ചമുളക് ചേർക്കാം. ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത് ഒരുപാട് എരിവില്ലാത്ത വലിയ പച്ചമുളകാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പുരട്ടി വെച്ച ചിക്കൻ, ഒരുപാട് വെള്ളമൊന്നും ഇല്ല ഈ ചിക്കന്, നന്നായി ഡ്രെയിൻ ചെയ്തതായിരുന്നു. മഞ്ഞളും ഉപ്പും മാത്രമേ ഇട്ടിട്ടുള്ളൂ. അതും കൂടി ചേർത്ത് ഇനി തീ കൂട്ടി വയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് മറിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ ഹൈ ഹീറ്റിൽ പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടണം. അപ്പോൾ ഇവിടെ ഒരു 30 സെക്കൻഡോളം ആ ഹൈ ഫ്ലെയിമിൽ ഇട്ട് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കണം. ചിക്കൻ്റെ ആ പിങ്ക് കളറൊക്കെ മാറി ഒന്ന് വൈറ്റായി മാറും. അതുപോലെ വെള്ളം വല്ലതുണ്ടെങ്കിൽ അത് വറ്റിപ്പോകണം.
ഇതുപോലെ. ഈ സ്റ്റേജ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അതിന് നമ്മൾ എല്ലാ സ്പൈസസും റെഡിയാക്കി അളന്ന് വെച്ചിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടി ഇടയ്ക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വരെ ഇടാറുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഇപ്പം തന്നെ ക്രഷ് ചെയ്തെടുത്ത കുരുമുളക് പൊടി. നല്ല ഫ്രഷ് ആയിട്ട് എടുക്കണം കേട്ടോ, അതിനൊരു വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മറിച്ചെടുക്കാം. ആ മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർന്ന് വരണം. ഈ സ്പൈസസ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറയ്ക്കാം. ഇതിനൊന്ന് കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്ത് എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. മുകളിലേക്ക് നമ്മൾക്ക് എണ്ണ പൊന്തി വരുന്നത് കാണാൻ പറ്റും. എണ്ണ തെളിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ടൊമാറ്റോസ് ആഡ് ചെയ്യാം. ടൊമാറ്റോസ് ആഡ് ചെയ്ത് ഒന്നും കൂടി നന്നായിട്ട് മറിച്ച് കൊടുക്കാം. എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയിൽ നിന്നൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോഴാണ് ചതച്ച് വെച്ചിരിക്കുന്ന പച്ച ഏലക്ക ചേർക്കുന്നത്. ഇത് ഈ റെസിപ്പിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിൻ്റെ ഒരു മണം വളരെ ഡിഫറൻസ് തരുന്നതാണ്, ഒഴിവാക്കരുത്. പിന്നെ പച്ച മല്ലിയിലയും കൂടി ഇപ്പോൾ ചേർക്കാം. വേണമെങ്കിൽ കുറച്ച് ഗാർണിഷിന് വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഉപ്പ് പാകത്തിന് ഇടാം. മാരിനേറ്റ് ചെയ്യാൻ നേരത്തെ കുറച്ച് ഉപ്പിട്ടിരുന്ന്, അപ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ചേർക്കാൻ പാടുള്ളൂ. ഇതിലേക്ക് ഇനി നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ കഷ്ണങ്ങളും കൂടി ചേർത്തു. ചിക്കൻ കറിയിൽ പൊട്ടാറ്റോ കിട്ടുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി ആകുമ്പോൾ. പിന്നെ പൊട്ടാറ്റോ സെലക്ട് ചെയ്യുമ്പോൾ ഒരുപാട് മഞ്ഞ കളറുള്ള പൊട്ടാറ്റോ ചിലപ്പോൾ കാണും. അത് കറിക്ക് അത്ര നല്ലതല്ല, കാരണം അതിനൊരു മധുരപ്പ് കാണും. കഴിയുന്നത് ഇതുപോലത്തെ ഈ കറിയിൽ ഉപയോഗിക്കുന്ന ആ തരം ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മസാലയൊക്കെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഒന്ന് ചേർന്ന് വരട്ടെ. എന്നിട്ട് നമുക്ക് പ്രഷർ കുക്കർ ക്ലോസ് ചെയ്യാം. വെയിറ്റ് ഇട്ടതിന് ശേഷം നമുക്കിത് ഒരു 3 സ്റ്റീം വിസിൽ, അത് ഇവിടുത്തെ ചിക്കന് 3 സ്റ്റീം വിസിലാണ് കേട്ടോ ആവശ്യം. നിങ്ങൾ വാങ്ങിക്കുന്ന കോഴിക്കനുസരിച്ച് കുക്ക് ചെയ്യണം. ഈ ഫ്രോസൺ ചിക്കൻ വാങ്ങിക്കുന്നവർക്ക് അത്രയും ഒന്നും വേണ്ടെന്ന് അറിയാൻ സാധിച്ചു. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം കേട്ടോ. പ്രഷർ കുക്കറിൻ്റെ ലാസ്റ്റ് സ്റ്റീം വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒന്ന് ഓഫാക്കിയിടും. എന്നിട്ട് അത് താനെ ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കും. ചൂടാറിയതിന് ശേഷം തുറന്നാൽ നമുക്കിത് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സിമ്പിൾ ചിക്കൻ കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ വിവരം അറിയിക്കണം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കോണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. നല്ല പുതിയ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, ഓൾ പേഴ്സണലൈസ്ഡ് നണ്ണെന്ന് ഈ ബെല്ലുമ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണും. അതിൽ ഓൾ തന്നെ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ചില വീഡിയോസിൻ്റെ മാത്രം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ ആ ഓളും കൂടി സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.